മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ CPM ഡിവൈഎഫ്ഐ സമരം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ ടെലിഫോൺ എക്സ്ചേഞ്ച് വളഞ്ഞു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ ഉന്തും തള്ളുമുണ്ടായി. അതേസമയം ദുരന്തബാധിതരെ പങ്കെടുപ്പിച്ച CPM ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിലും സത്യാഗ്രഹ സമരം നടത്തി. രാവിലെ 8 മണിയോടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൽപ്പറ്റ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ ഉപരോധ സമരം ആരംഭിച്ചത്. ഓഫീസ് കെട്ടിടം വളഞ്ഞായിരുന്നു സമരം. പ്രതിഷേധത്തിനിടെ പ്രവർത്തകർ പോലീസിനെ മറികടന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ദുരന്തബാധിതരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചാണ് CPIM നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടന്നത്. CPIM ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ സമരം ഉദ്ഘാടനം ചെയ്തു. ദുരന്തബാധിതരോടുള്ള അവഗണന തുടർന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് സമരം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യത്യസ്ത സമരങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഈ ചൂരൽമലയിലെ ദുരിതബാധിതരെ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് LDFന്റെ നേതൃത്വം നടത്തണം എന്നാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കേന്ദ്രം സംസ്ഥാനത്തിന് കത്ത് നൽകിയിരുന്നു. ഇതോടെ വയനാട്ടിൽ ഇടത് വലത് സംഘടനകളുടെ ശക്തമായ പ്രതിഷേധവും ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരങ്ങളും നടന്നു. അമൃത ന്യൂസ്, വയനാട്.